കൊടുങ്ങല്ലൂരിൽ സംഭവിക്കുന്നത്, കൊടുങ്ങല്ലൂരിൽ ഈ കോഴിവെട്ട് പരിപാടി നടക്കുന്ന സമയത്ത് ഇവിടെ പോയി ഇതിനെതിരെ പ്രതികരിക്കുക എന്നത് ഇവർ തീരുമാനിക്കുകയാണ്. അതെന്നാണ് അത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അതെങ്ങനെ സംഭവിച്ചതാണ്? സഹോദരൻ ഇവിടെ നിന്ന് മാത്രമല്ല, ധാരാളം സ്ഥലത്ത് നിന്ന് സഹോദരന് മർദ്ദനമേൽക്കുകയും ഭീഷണി ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സഹോദരൻ്റെ ജീവചരിത്രം എഴുതിയ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സഹോദരന് ഏറ്റവും ക്രൂരമായ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്ന സ്ഥലം ഈ കൊടുങ്ങല്ലൂരാണ് എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അതെന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സഹോദരൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറിയതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത് ഓർക്കണം. ഒരു ചെറിയ കാര്യമല്ല. 1926 മാർച്ച് 8 മിതവാദി കൃഷ്ണൻ്റെ ഡയറിയിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജന്തുബലിക്കെതിരായി കൊടുങ്ങല്ലൂർ ക്ഷേത്രസന്നിധിയിൽ വെച്ച് പ്രസംഗിച്ചതിന് ശ്രീമാൻ കുമാരനെയും, കോടായി കുമാരൻ, അയ്യപ്പനെയും അടികലശൽ ചെയ്തു. അടിച്ചു എന്ന് വെറുതെ മറിയിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാക്കൊന്നുമില്ല. അതിന് ദൃക്സാക്ഷിയായിരുന്നു. അത് നേരിട്ട് അതറിയാമായിരുന്ന ഒരാൾ. അദ്ദേഹം നമ്മുടെ മിതവാദി കൃഷ്ണനാണ്. മിതവാദി കൃഷ്ണൻ വക്കീൽ അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതി വെച്ചിരിക്കുകയാണ്: ജന്തുബലിക്കെതിരായി കൊടുങ്ങല്ലൂർ ക്ഷേത്രസന്നിധിയിൽ വെച്ച് പ്രസംഗിച്ചതിന് ശ്രീമാൻ കോടായി കുമാരനെയും അയ്യപ്പനെയും അടികലശൽ ചെയ്തു. ആ ദിവസം ഞാനും അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ കുമാരനും മിസ്റ്റർ അയ്യപ്പനും എൻ്റെ കൂടെ പ്രചാരണ വേലയ്ക്കായി വന്നവരായിരുന്നു. 1926 മാർച്ച് 8. എനിക്ക് തീയതിയെപ്പറ്റി ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതും മീനമാസത്തിൽ ഭരണി നടക്കുന്ന സമയത്ത്, ഈ വർഷത്തെ ഭരണി അടുത്ത 15-ാം തീയതിയല്ലേ, ഒരാഴ്ച കൂടിയുണ്ട്. ഇത്രയ്ക്കും ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളത്. 21-ാം തീയതി അതല്ല, ഈ മീനമാസത്തിൽ ആരംഭിക്കുമല്ലോ, 1-ാം തീയതി 15-ാം തീയതി ആരംഭിക്കും. അപ്പോൾ ഈ ദിവസം ഇത്രയ്ക്ക് ആഴ്ച മാറ്റം വരുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. മേ ബി 18-ാം തീയതി എന്നാണോ. പക്ഷേ ഈ സഹോദരനുമായി ബന്ധപ്പെട്ട വളരെ ആധികാരികമായ പുസ്തകത്തിൽ മിതവാദിയുടെ മരുമകനായ KR അച്യുതൻ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ആ തീയതി നമുക്ക് അത് മറ്റൊരു അച്ചടിപ്പശകല്ല എങ്കിൽ ഉറപ്പായും അത് മാർച്ച് 8 മാർച്ച് 8 തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മാർച്ച് 8 ആണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി സാനു മാഷുടെ ജീവചരിത്രത്തിലും ഒരു വിവരണമുണ്ട്. അതുകൂടെ ഞാൻ പറയാം. കാരണം ചില ആളുകളെങ്കിലും ഇതൊക്കെ ചരിത്രത്തിൽ നടന്നതാണോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പരമാവധി ആധികാരികമായി, ഇത് ഒരു പ്രസംഗത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെങ്കിലും പരമാവധി ആധികാരികമായി തന്നെ പറഞ്ഞ് പോകണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ വായിച്ചെന്നാലും നിങ്ങൾ വായിക്കും, വീട്ടിൽ പോയിട്ട് വായിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കോഴിവെട്ട് നിർത്താൻ കൊടുങ്ങല്ലൂർ കാവിൽ പോയ സംഭവം പറയാം എന്ന് പറഞ്ഞിട്ടാണ് സാനുവർഷത്ത് എഴുതുന്നത്. സഹോദരൻ ബുദ്ധമതം സ്വീകരിച്ച കാര്യമാണ്. ആ ഒരു സമയമാണ്. മിതവാദി പത്രാധിപർ അന്ന് വരുന്നുണ്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂർ തുപ്രൻ്റെ വീട്ടിൽ കോട്ടായി കുമാരൻ ഒന്നിച്ച് വന്നിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ തുപ്രൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് അവർ അന്ന് തലേ ദിവസം താമസിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, രാത്രി രാമൻ പിള്ളയുടെ ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. തുപ്രൻ്റെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് രാമൻ പിള്ളയുടെ വീട്ടിൽ പോയി താമസിച്ചു. അതിരാവിലെ സി കൃഷ്ണൻ താമസിക്കുന്ന തുപ്രൻ്റെ വീട്ടിലെത്തി. അപ്പോൾ സി കൃഷ്ണൻ താമസിച്ചിരുന്നത് തുപ്രൻ്റെ വീട്ടിലായിരുന്നു. കോഴിവെട്ട് നിർത്തുന്നതിനെ പറ്റി ഒരു 10 മണി വരെ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം സി കൃഷ്ണൻ സഹോദരനോടും കോട്ടായി കുമാരനോടും കൂടി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ റോഡിൽ ചെന്ന് നിന്ന് കോഴിവെട്ട് നിർത്തുന്നതിനും കോഴിയെ കൊണ്ടുപോകുന്നവരെ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കോഴിവെട്ട് നിർത്താൻ ഉപദേശിക്കണം. കാവിലൊന്നും പോകണ്ട എന്നിട്ട് ഞങ്ങളെ യാത്രയാക്കി. അങ്ങനെയാണ് സഹോദരനും ഈ കുമാരനും പിന്നെ 5-6 പേരും കൂടെ അവിടെ നിന്ന് അവർ റോഡിലേക്ക് വരുന്നത്. ജന്തുഹിംസയെ പറ്റി ഒരു പാട്ടും പാടി ഞങ്ങൾ നടന്നു തുടങ്ങി. ഞങ്ങൾ നടന്നു ചെന്നെത്തിയത് കാവിൻ്റെ വടക്കേ നടയിൽ കോഴി വെട്ടുന്ന സ്ഥലത്താണ്. കാവിൻ്റെ വടക്കേ നടയിലാണോ കോഴിവെട്ട്? ഞാനിതേ ഒരു പരിപാടിക്ക് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. കോഴി വെട്ടുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ആദ്യമായി കോഴിത്തുവൽ കൊണ്ട് അഭിഷേകം ചെയ്തു. പാട്ടും പ്രസംഗവും കേൾക്കാൻ ആളുകളും കൂടി. രണ്ടാമത് വന്നത് കരിക്കിൻ തൊണ്ണൻ കൊണ്ടുള്ള ഏറാണ്. മൂന്നാമത് വാഴക്കുലയുടെ വാണി കൊണ്ടും എറിഞ്ഞു. അതോടുകൂടി ഞങ്ങൾ പിടിച്ചിരുന്ന കുട ഒടിഞ്ഞുപോയി. അത് പിടിച്ചു വാങ്ങി അതുകൊണ്ട് തല്ലു തുടങ്ങി. ഇവരുടെ കുട എടുത്തിട്ടാണ് ഇവർ തല്ലുന്നത്. അങ്ങനെ കോട്ടായി കുമാരൻ്റെ തലയിൽ വടികൊണ്ട് അടിയേറ്റു. നെറ്റിപ്പൊട്ടി, തലയിൽ നിന്നും ചോര ഒഴുകി. പുലക്കൊട്ടിയെ കൊല്ലട എന്ന് വിളിച്ചുകൊണ്ട് സഹോദരനെ ആളുകൾ വളഞ്ഞു. പുലക്കൊട്ടി എന്നാണ് വിളിക്കുന്നത്. പുലയരുടെ ഒപ്പം അന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം സഹോദരൻ അയ്യപ്പൻ എന്നോ അയ്യപ്പൻ മാഷ് എന്നോ അയ്യപ്പൻ BA എന്നൊക്കെ ആദരവോടെ സഹോദരനെ വിളിച്ചിരുന്ന ആളുകൾ അന്ന് മുതൽ അദ്ദേഹത്തെ വിളിക്കുന്നത് പുലച്ചോനെന്നോ പുലക്കൊട്ടി എന്നൊക്കെയാണ്. കൊട്ടി എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൽ കയറി
തെങ്ങ് ചെത്തുന്ന ആളുകളാണ് ഈഴവർ അപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തെങ്ങിൽ കയറി കൊട്ടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കൊലയിൽ കൊട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. അങ്ങനെ ആ തെങ്ങിൻ്റെ പൂങ്കുല തല്ലുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ആണ് ഈ വിളിക്കുന്നത്, ഈ ആക്ഷേപം ഉണ്ടാകുന്നത്. നെയ്ത്തും ഈഴവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കുലത്തൊഴിലായിരുന്നു. അങ്ങനെ നെയ്യുന്ന കാരണം ചിലന്തി എന്ന് വിളിച്ച കഥയുണ്ട്. വൈദ്യം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു. അതിൻ്റെ പേരിൽ ആരും ഒരു പേരിട്ട ചരിത്രമില്ല, കാരണം അത് പറയാൻ കൊള്ളാവുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞ ജാതിയുടെ അധിക്ഷേപം എങ്ങനെയാണ് വരുന്നത്. ഒരു ജാതിയിൽപ്പെട്ട ഒരു സമൂഹത്തിലും പെട്ട ആളുകൾ നല്ല കാര്യങ്ങളായ ധാരാളം ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ പേരിലൊന്നും ആക്ഷേപമില്ല. കാരണം അവർക്ക് ആക്ഷേപം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പുലക്കൊട്ടിയെ കൊല്ലട എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരനെ വളഞ്ഞു വയ്ക്കുന്നത്. സോഡ കച്ചവടം നടത്തുന്ന ഒരു മുസ്ലിം മുന്നോട്ട് വന്ന് സഹോദരനെ സഹായിക്കാനെത്തി. അതുകൊണ്ട് തൽക്കാലം തല്ലുകൊണ്ടില്ല എന്നുള്ളതാണ് സന്മാഷ എഴുതിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ആശുപത്രിയിൽ പോയി കിടക്കേണ്ട വിധത്തിലുള്ള മർദ്ദനം ഏറ്റില്ല എന്നായിരിക്കാം സന്മാഷ് ഉദ്ദേശിക്കുന്നത്. സഹോദരന് മർദ്ദനമേറ്റു എന്ന് ഈ നമ്മളുടെ മിതവാദിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അടികലശൽ ചെയ്തു എന്ന വാക്കാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇവരെ ഈ പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിച്ച മിതവാദി എഴുതിയിട്ടുള്ളത്. മാത്രമല്ല, അന്ന് സഹോദരനെ രക്ഷിച്ചത് നമ്മുടെ ഈ സഹോദരനെ രക്ഷിക്കാൻ വന്ന അവിടെ കച്ചവടം ചെയ്തിരുന്ന മുസ്ലിം യുവാക്കളാണ് സഹോദരനെ അദ്ദേഹത്തെ രക്ഷിക്കുന്നത്. ഈ സീതി സാഹിബായിട്ടും സഹോദര പ്രസ്ഥാനത്തിന് ബന്ധമുണ്ട്. സീതി സാഹിബിൻ്റെ അച്ഛനൊക്കെ സഹോദര സംഘത്തിൻ്റെ അനുയായികളായിരുന്നെന്നും സഹോദര സംഘത്തെ അനുകൂലിച്ച ആളുകളായിരുന്നെന്നും സീതി സാഹിബ് എഴുതുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ചേന്നമംഗലത്ത് ഈഴവോദയ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ആ യോഗം സഹോദര സംഘമാണ്, സഹോദര സംഘത്തിൻ്റെ ആളുകളാണ് ആ യോഗത്തിലുള്ളത്. ആ യോഗത്തിൽ ജാതിക്കെതിരെ പ്രസംഗിക്കുന്ന അതിൻ്റെ ഒരു വാർഷിക പൊതുയോഗം നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്നൊരു വാർഷിക പൊതുയോഗത്തിൽ അച്ഛനൊപ്പം ഞാൻ ഈ ഈഴവോദയ യോഗത്തിൻ്റെ, അതായത് ഈ സഹോദര സംഘത്തിൻ്റെ ആളുകളായിരുന്നു അവർ നടത്തുന്ന ആ യോഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്താണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രസംഗം ഞാൻ ആദ്യമായി സഹോദരനെ കാണുകയും സഹോദരൻ്റെ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതെന്ന് സീതി സാഹിബ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അവർ ഒരുമിച്ച് നിയമസഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഐക്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ ഈ തൃശ്ശൂരിൽ ഒക്കെയുള്ള, അല്ലെങ്കിൽ കേരളം മുഴുവൻ തന്നെയുള്ള മുസ്ലിം സമുദായമെല്ലാം തന്നെ ഈ സഹോദരൻ്റെ മൂവ്മെൻറ്റിനോടൊക്കെ അനുകൂലിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും സവർണറുടെ മർദ്ദനം ഏൽക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നതിൻ്റെ കൂടെ ചിത്രങ്ങൾ, ഒരു സാഹോദര്യത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാവുന്നതാണ്. സീതി സാഹിബ് തന്നെ പറയുന്ന മറ്റൊരു കാര്യം കൂടി കേട്ടോ, അത് നമ്മൾ വീണ്ടും പറഞ്ഞു പോകേണ്ടതുണ്ട്. സഹോദരനെയും സഹോദര സംഘക്കാരെയും ഏറ്റവും അധികം ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് ഈഴവരാണെന്ന് സീതി സാഹിബ് പറയുന്നുണ്ട്. ഇതൊരു ചരിത്രത്തിൻ്റെ വാക്ക്. ഈഴവരാണ് തല്ലിയിട്ടുള്ളത്. എന്താണ് ഈഴവർ തല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈഴവർക്കിടയിൽ ഈഴവർ പുലയരോട് കാണിക്കുന്ന ഈ പറയുന്ന വിവേചനപരമായ പെരുമാറ്റം അവസാനിപ്പിക്കണമെന്നും അങ്ങനെ അവസാനിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നായരോടോ നമ്പൂതിരിയോടോ തുല്യത ചോദിക്കാനുള്ള അവകാശമുള്ളൂ എന്നും പറയുന്ന ആളായിരുന്നു സഹോദരൻ. ഈഴവ പ്രമാണിമാരുടെ ആവശ്യം വരെയാണ്, ഞങ്ങൾക്ക് നായർ ഈഴവ ഐക്യം വേണം, പക്ഷേ പുലയർ ഈഴവരും തമ്മിലുള്ള ഐക്യത്തിന് ഞങ്ങൾ തയ്യാറില്ല എന്നുള്ളതാണ് ഇന്നത്തെയും പ്രമാണിമാരുടെ മനസ്സിലിരിപ്പ്. അതിന് സഹോദരനെതിരായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നില്ല സഹോദരൻ. താണിശ്ശേരിയിൽ ലഹള നടക്കുന്നുണ്ട്. താണിശ്ശേരിയിൽ ഇരിഞ്ഞാലക്കുടയിൽ ലഹള നടക്കുമ്പോൾ ആ ലഹളയുടെ കാരണം എന്ന് പറയുന്നത്, ഒരു തറവാട്ടിലെ ഒരു കാരണവർ മരിക്കുന്നു. ആ കാരണവരുടെ മരണത്തെ തുടർന്നുള്ള അടിയന്തരം ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ 10 ദിവസം പുലാചരിച്ചാൽ മരുന്ന്. ഈ പുല എന്ന് പറയുന്ന കാര്യത്തിലോ മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുള്ളത് കൊണ്ടല്ലോ ഗുരു എന്ന് പറയുന്നത്. കാരണം അന്ന് ഈ പുല വീടുക എന്ന് പറയുന്ന ആചാരം എന്ന് പറയുന്നത്, ഈ ജാതിയിൽ താഴ്ന്തോറും പുലയുടെ എണ്ണം കൂടി വരും. ബ്രാഹ്മണർക്ക് 10 ദിവസം പുലാചരിച്ചാൽ മതി. 11-ാം ദിവസം അവർക്ക് പുലവിടാം. അത് കഴിഞ്ഞാൽ 12-ാം ദിവസം അവർ വലിയ ആഘോഷങ്ങളൊക്കെ ഈ പറയുന്ന അടിയന്തരമൊക്കെ നടത്താം, സദ്യ നടത്താം. പക്ഷേ ജാതിയിൽ താഴ്ന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പുല കൂടും. നായർക്ക് 16 ദിവസമാണ് പുല. ഏറ്റവും താഴ്ന്ന ജാതിക്കാരെന്ന് ഇവർ മുദ്ര കുത്തുന്ന ആളുകൾക്ക് 30 ദിവസമൊക്കെയാണ് പുല. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, എല്ലാവരും 10 ദിവസം പുല ആചരിച്ചാൽ മതി, ആചരിക്കുന്നവർ 10 ദിവസം ആചരിച്ചാൽ മതി എന്ന് പറയുകയും, അങ്ങനെ ഗുരു പറഞ്ഞ പോലെ 10-ാം ദിവസം പുലവിടുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാന പ്രശ്നമാണ്.
നിങ്ങൾ പുല വീടുന്നത് ദീർഘിച്ച ദിവസത്തിലാണെങ്കിൽ നിങ്ങൾ താഴ്ന്നവരാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് തുല്യമാണ്. അത്തരം നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. അങ്ങനെ അവിടെ പുല വീടാൻ തീരുമാനിച്ച ആ തറവാട്ടിലെ അടിയന്തരത്തിന് അന്ന് അവിടെ നടന്ന ലഹള, അടിയന്തരം നടത്താൻ മുടക്കുമെന്ന് അവിടുത്തെ സവർണർ പറയുന്നു. ഞങ്ങൾ ഈ 10-ാം ദിവസം നടത്തുമെന്ന് പറയുന്നു. അങ്ങനെയാണ് ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ധർമ്മപട സംഘക്കാർ വന്ന് ആ അടിയന്തരത്തിൽ പങ്കെടുക്കുകയും അതിനെ ആക്രമിക്കാൻ വന്ന ആളുകളെ കായികമായി തന്നെ പ്രതിരോധിക്കുകയും, അങ്ങനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ വലിയ ലഹളയുണ്ടാകുകയും കേസുണ്ടാകുകയും അന്ന് ധർമ്മപട സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ ലഭിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ ലഹളയുടെ വലിയൊരു കഥയാണ് ഈ താണിശ്ശേരിയിലെ ലഹള. ആ ലഹളയുടെ കഥ അന്ന് സഹോദരൻ, ഞാനിത് പറയുന്നത് മറ്റൊരു കാര്യം കൂടി കേട്ടോ, ഈ കേരളത്തിൽ നിന്ന് ജാതി പോയി എന്ന് ഞാൻ പറയുമ്പോൾ സഹോദരൻ യഥാർത്ഥത്തിൽ തീവ്രമായ ആശയങ്ങൾ സ്വന്തം ജീവിതം പണയം വെച്ച് ചെയ്യുമ്പോഴും സഹോദരൻ ഒരു മിതവാദിയായിരുന്നു. പക്ഷേ മിതവാദി കൃഷ്ണനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. അവർ പേരിൽ മിതവാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര്. അത് അദ്ദേഹം പിന്നീട് സ്വന്തമാക്കിയൊരു പത്രമാണ്. അപ്പോൾ ആ പത്രത്തിൻ്റെ പേര് മിതവാദി എന്നാണ്. അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെടുന്നത് മിതവാദി എന്നാണ്, മിതവാദി കൃഷ്ണൻ വക്കീൽ എന്നാണ് പേരെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവൃത്തി, ബോധാനന്ദ സ്വാമിയാണ്, സന്യാസിയാണ്. പക്ഷേ പ്രവൃത്തി പദത്തിൽ അവരാരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സവർണരായിട്ടുള്ള ആളുകൾ ഹോ എന്ന് വഴിമാറാൻ നിങ്ങളോട് പറയുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ ചെവിയിൽ ഠോ എന്ന് പൊട്ടിക്കണമെന്ന് പ്രസംഗിച്ച സ്വാമിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമി. ശ്രീനാരായണ ഗുരുവിൻ്റെ മരണശേഷം ഈ സന്യാസ സംഘത്തെ ആര് നയിക്കണമെന്ന് ശ്രീനാരായണ ഗുരുവിനൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഗുരു എഴുതി വെച്ചു, എനിക്ക് ശേഷം അനന്തരാവകാശിയായി ബോധാനന്ദനാണ്. ആ ബോധാനന്ദ സ്വാമിയാണ് എന്ത് പറയുന്നത്, ഹോ എന്ന് വിളിച്ച് വഴിമാറാൻ പറയുന്നവരെ ഠോ എന്ന് പൊട്ടിക്കണം എന്നുള്ളതായിരുന്നു ബോധാനന്ദ സ്വാമിയുടെ പ്രഖ്യാപിതമായ നിലപാട്. മിതവാദി കൃഷ്ണൻ്റെ നിലപാട് അതുതന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു മാത്രമല്ല, കേരളത്തിലെ തെരുവുകളിൽ നിന്ന് എങ്ങനെ ജാതിയില്ല എന്ന് വെച്ചാൽ വെറുതെ അങ്ങില്ലാതായതൊന്നുമല്ല. അത് ഇത്തരത്തിലുള്ള കായികമായി പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പറ്റം യുവാക്കൾ വഴി മാറ്റാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് വഴിമാറില്ല എന്ന് തീരുമാനിച്ചവരും വഴി മാറ്റുന്നവരെ ഞങ്ങൾ കായികമായി തന്നെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ചവരും, അങ്ങനെ കേസ് വന്നാൽ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കോഴിക്കോട് മീറ്റിംഗ് ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം ഒരു പാസീവ് റെസിസ്റ്റൻസ് ഫണ്ട് രൂപീകരിക്കുക. മിതവാദിയിൽ പരസ്യമായി കൃഷ്ണൻ വക്കീൽ പരസ്യം കൊടുക്കുന്നുണ്ട്. അതായത് ഞങ്ങളിവിടെ ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട് റെസിസ്റ്റൻസിന് വേണ്ടി, നിങ്ങളെല്ലാവരും കൈ അയച്ച് ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക. ഈ നമ്മൾ എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ജാതിയിലെ സവർണരുടെ അടികൊള്ളുന്ന ആളുകളെ, അവർ കേസിൽപ്പെടുത്തുന്ന ആളുകളെ, അവരെ സഹായിക്കാനുള്ള കേസ് നടത്താനുള്ള ഫണ്ടാണിത്. അപ്പം നമ്മളുടെ ഫണ്ട് എത്രമാത്രം കൂടുന്നോ അത്രമാത്രം ജാതിയില്ലാതോ. അപ്പോൾ തല്ലുന്നവരെ തിരിച്ചു ചെല്ലാൻ പരസ്യമായി ഫണ്ടുണ്ടാക്കി അങ്ങനെ തല്ലിയവരെ തിരിച്ചു തല്ലി ജാതി വിവേചനം കാണിക്കുന്നവരെ അടിച്ചൊതുക്കി തന്നെയാണ് അന്ന് ഇവിടെ ശ്രീനാരായണ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നൊരു ചരിത്രം കൂടി ഉണ്ട്. പരസ്യമായി ഫണ്ട് പിരിച്ച് ആണ് ഇവരിത് ചെയ്യുന്നത്. അന്ന് ഈ താണിശ്ശേരി ലഹളയിൽ ജയിലിൽ പോയ അന്ന് അറസ്റ്റിലായ ആളുകളുടെ കേസ് നടത്താനായിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അന്ന് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ രേഖകൾ നമുക്ക് ലഭ്യമാണ്. ഞാൻ പറഞ്ഞത് സാമൂഹ്യ മാറ്റം ഒരു സുപ്രഭാതത്തിൽ ഒരു ദിശയിലുണ്ടായി വന്നതൊന്നല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടെയാണ്. സഹോദരൻ ഈ തല്ലിനെ പറ്റി പറയുന്നുണ്ട്. പൊതുവെ ആരെയും തല്ലുന്നതോ വഴക്കൂടുന്നതോ ഒന്നും ഇഷ്ടമില്ലാത്ത സഹോദരനാണ്. സഹോദരൻ പറയുന്ന കാര്യം, ഇരിഞ്ഞാലക്കുട താണിശ്ശേരി എന്ന സ്ഥലത്ത് ഈഴവരും നായന്മാരും തമ്മിൽ വലിയ തല്ല് നടന്നതായി അറിയുന്നു. ഒരു ഈഴവ വീട്ടിൽ പുലകുളി 10-ാം ദിവസം ആക്കിയതാണത്രേ കാരണം. ആ ദിക്കിൽ നായന്മാരും ഈഴവരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായിട്ട് കുറേ നാളായി. അതിൻ്റെ ഫലമായിട്ട് ചില്ലറ അടികലശലുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം തീണ്ടൽ തന്നെ. നായർക്ക് വഴിമാറുന്നത് ഈഴവന് സങ്കടം, ഈഴവൻ വഴി മാറാത്തത് നായർക്ക് സങ്കടം. രണ്ട് സങ്കടങ്ങളും ചേർന്നാണ് തമ്മിൽ തല്ലുന്ന മഹാസങ്കടം ഉണ്ടാകുന്നത്. രണ്ട് സങ്കടവും ചേർന്നാണ് തമ്മിൽ തല്ലുന്ന മഹാസങ്കടം ഉണ്ടാകുന്നത്. ഇപ്പോൾ വഴി മാറാത്തതിന് ഈഴവനെ നായരും പുലയനെ ഈഴവനുമാണ് തല്ലുന്നത്. ഇനി വഴി മാറാൻ ഹി എന്ന് പറയുന്നതിന് നായരെ ഈഴവനും ഈഴവനെ പുലയനും തല്ലും. സഹോദരൻ്റെ വാക്കുകളാണ്. ഈ തല്ല് വാങ്ങാതെ തന്നെ അരക്കാശിൻ്റെ ആദായമില്ലാത്ത ആ തീണ്ടിക്കുളി കളഞ്ഞാൽ നാടിന് ആശ്വാസമാകും. അതുകൊണ്ട് അത് തല്ല്, അതായത് നിങ്ങൾ ഈ തീണ്ടിക്കുളി കളഞ്ഞാൽ നിങ്ങൾക്ക് തല്ല് കൊള്ളാതെ തന്നെ നിങ്ങൾ കളയാം. അപ്പോൾ മാത്രമല്ല അത്
തല്ല് കൊണ്ടേ കളയൂ എന്ന് ശഠിക്കുന്നത് കഷ്ടമാണ്. ഗവൺമെൻറ്റും വിദ്യാഭ്യാസം സൃഷ്ടിച്ച് ജനപ്രമാണികളും ചേർന്ന് പരിശ്രമിച്ച് തീണ്ടിക്കുളി നിർത്തലാക്കിയില്ലെങ്കിൽ തിരുവിതാംകൂറിൽ നടന്നതുപോലെ വലിയ നായരീഴവ ലഹള ഇരിഞ്ഞാലക്കുട, ചാവക്കാട്, കൊടുങ്ങല്ലൂർ മുതലായ ദിക്കുകളിൽ ഉണ്ടായേക്കാവുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കും. ഇരിഞ്ഞാലക്കുടയിലും ഈ പറയുന്ന ചാവക്കാടും കൊടുങ്ങല്ലൂരും എല്ലാം ഇത്തരത്തിൽ സംഘർഷം നടക്കുന്നതിൻ്റെ ധാരാളമായ വാർത്തകൾ ആ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ തല്ല് കൊള്ളാതെ ജാതി കളയണം എന്നുള്ളതാണ് സഹോദരൻ്റെ നിലപാട്. നിങ്ങൾ നിങ്ങളുടെ ഈ തീണ്ടിക്കുക ഈഴവനെ ഇപ്പോൾ നായരെ വഴിമാറാൻ പറയുന്ന നായർ വഴിമാറാത്തതിന് ഈഴവനെ തല്ലുന്നു, വഴിമാറാത്തതിന് ഈഴവൻ പുലയനെ തല്ലുന്നു. ഇനി ഇവർ പുലയർ ഈഴവരെയും ഈഴവർ നായരെയും തല്ലുന്ന കാലം വരും. നിങ്ങൾ അവരുടെ തല്ല് വാങ്ങാതെ മര്യാദയ്ക്ക് സ്വമേധയെ തന്നെ ഈ തീണ്ടൽ അവസാനിപ്പിക്കണമെന്നാണ് സഹോദരനെന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഒരു കാലത്ത് വഴി നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് അസാധ്യമാണ്. പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ഈ സഞ്ചാര സ്വാതന്ത്ര്യം സഹോദരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സഹോദരൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിലേക്ക് അതിൻ്റെ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. സഹോദര സംഘം ഒരു സ്ഥലത്ത് വന്ന് കേവലം പ്രസംഗിക്കുക മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന തെരുവ് പ്രസംഗം ആരംഭിക്കുന്നത് സഹോദരനാണ് എന്ന് പറയുന്നുണ്ട്. എത്രയോ ആളുകൾ സഹോദരനെ സംബന്ധിച്ച ഓർമ്മ, ഞങ്ങൾ സഹോദരനെ കണ്ട ഓർമ്മ, ആദ്യത്തെ ഓർമ്മ പങ്കുവയ്ക്കുന്ന പല ആളുകളും പറയുന്നത് അന്ന് ഈ ക്രിസ്ത്യൻ ഉപദേശിമാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ അവരുടെ സുവിശേഷ പ്രചരണത്തിനായി വന്ന് തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നൊരു പതിവുണ്ട്. അവർ സുവിശേഷം മാത്രമാണ് പ്രസംഗിക്കുക. അങ്ങനെയാണ് തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ കേരളം കണ്ടുള്ളൂ. അതല്ലാതെ യോഗം പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഇത് വലിയ പ്രൗഢമായ സദസ്സുകളിലിരുന്ന ആളുകൾ കൃത്യമായ ഒരു കൊളോണിയൽ ഒരു ബ്രിട്ടീഷ് രീതിയിൽ ഒരു യോഗമൊക്കെ നടത്തിപ്പരിയുന്ന, അതെല്ലാം ഉന്നത വിദ്യാഭ്യാസമുള്ള വളരെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഉള്ള നടക്കുന്ന യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തെരുവിലിറങ്ങി തെരുവിൽ നിന്നുകൊണ്ട് ഒരു പൊതുവിഷയത്തിൽ ഇത്തരത്തിൽ ക്ഷോഭജനകമായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം, ഒരു തെരുവ് പ്രസംഗം യഥാർത്ഥത്തിൽ കേരളത്തിന് പരിചയപ്പെടുത്തുന്ന സഹോദരനാണ്. സഹോദരൻ മാമൻ, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു പിന്നീട് പറയുന്നുണ്ട്, മാമൻ ഞങ്ങളുടെ നാട്ടിലുള്ള കടകളുടെ മുമ്പിൽ ചെന്ന് കടകളിലെ വീഞ്ഞപ്പെട്ടിയിൽ കയറി നിന്ന് നാട്ടുകാരോട് പ്രസംഗിക്കുകയും നാട്ടുകാർ സഹോദരൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഇങ്ങനെ കൂടുകയും ചെയ്യുന്ന ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട്. പല ആളുകളും സഹോദരനെ കാണുന്നത് സഹോദരൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളായിട്ടാണ്. തെരുവിൽ മൈക്കില്ലാത്ത കാലത്ത്, ആംപ്ലിഫയർ ഇല്ലാത്ത കാലത്ത്, ലൈറ്റ് ഇല്ലാത്ത കാലത്ത് ഇത്തരത്തിൽ തെരുവിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ജാതിനാശത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു സഹോദരനാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള നമ്മുടെ ഗ്രാമങ്ങളെയെല്ലാം മാറ്റിത്തീർത്ത് നമ്മൾ ഓർക്കണം. അപ്പോൾ സഹോദരൻ അടുത്ത പടിയായി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രസംഗം മാത്രം പോരാ. പ്രസംഗത്തിനൊപ്പം ഇവരൊരു ജാതി രാക്ഷസനെ ഉണ്ടാക്കുകയാണ്. വൈക്കോൽ കൊണ്ടൊക്കെ ഒരു രാക്ഷസനെ ഉണ്ടാക്കുകയാണ്. അതിൽ പടക്കമൊക്കെ വെച്ച് അതിനെ ഈ പ്രസംഗത്തിനൊടുവിൽ ജാതിനാശത്തേക്ക് ജയ്, മതനാശത്തേക്ക് ജയ്, ദൈവനാശത്തേക്ക് ജയ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഘോഷയാത്ര നടത്തി ഈ ജാതി രാക്ഷസനെ ദഹിപ്പിക്കും. അപ്പോൾ ഈ രാക്ഷസൻ്റെ രൂപം കാണിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇവനെ നിങ്ങൾ അറിയുമോ, ഇവൻ ജാതി രാക്ഷസനാണെന്നൊക്കെയാണ് പ്രസംഗം. കൊടുങ്ങല്ലൂരിൽ ഈ ജാതി രാക്ഷസ ദഹനം സഹോദരൻ ഒരു വലിയ സമരമാക്കി മാറ്റി. കൊടുങ്ങല്ലൂർക്കാർ ഇത് ഓർക്കണം. സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ഈ നടയിൽ നിന്ന് തല്ലുകൊണ്ടതിൻ്റെ കഥ മാത്രമല്ല, കൊടുങ്ങല്ലൂരിലെ തെരുവുകളിൽ എങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെച്ചാൽ ശൃംഗപുരത്തിലെ റോഡിലൂടെ സഞ്ചരിക്കാൻ ഈഴവർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. അവിടെ ഈ സഹോദരൻ അയ്യപ്പൻ വന്ന് ഒരു ജാതി രാക്ഷസൻ്റെ ഒരു വലിയ വൈക്കോൽ ബിംബം ഉണ്ടാക്കി ആ ബിംബവും അതിൻ്റെ മുമ്പിൽ നിന്നുപോലെ പ്രസംഗിച്ച് ആ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത തെരുവിലൂടെ ഈ പറയുന്ന വൈക്കോൽ രൂപവുമായി വലിയ പ്രകടനം നയിച്ച് ആ പ്രകടനത്തിൻ്റെ ഒടുവിൽ ഈ ഇവർക്ക് വിലക്കുള്ള റോഡിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിൽ നടന്നുപോയി അവിടെ കൊണ്ടുവച്ച് ഈ ജാതി രാക്ഷസനെ ദഹിപ്പിച്ചിട്ടാണ് ഈ ശൃംഗപുരം റോഡിലൂടെ നടന്നു പോകാനുള്ള അവകാശം ഈഴവർക്ക്. അതിനുശേഷമാണ് ഈഴവർക്കും അവരുടേതായിട്ടുള്ള മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾക്കും എല്ലാം തന്നെ ആ റോഡിലൂടെ പ്രവേശനം കിട്ടുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ നവോത്ഥാനം നിങ്ങൾ കൊടുങ്ങല്ലൂർക്കാർ മാത്രം ഉണ്ടാക്കിയതല്ല, അപ്പുറത്തെ നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ സമരം ചെയ്ത് നേടി തന്നതാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള സഹോദരനെ ഓർക്കാനായിട്ട് ഈ 100 വർഷം മുമ്പ് നിങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ട് വീണ ഒരു സഹോദരനെ ഓർക്കാനായിട്ട് ഇന്നൊരു മൈക്കും, ഒരു നല്ല മൈക്കില്ല, എനിക്ക് ഇത്രയും രേഖകളൊക്കെ കൊണ്ടുവന്നിട്ടൊന്നും വെക്കാനൊരു സ്റ്റാൻഡില്ല എൻ്റെ മുമ്പിൽ. ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുകയാണ്. ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ ബാക്കിലൊരു ബാനറില്ല. ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഒന്നും ആലോചിച്ച് നോക്കണം. ഈ കൊടുങ്ങല്ലൂരിലൊരു നിസ്സാര പ്രസ്ഥാനമാണോ ഇവിടുത്തെ ശ്രീനാരായണ മൂവ്മെൻറ്റ്സ്?
അത്രയ്ക്കധികം ശ്രീനാരായണ സഭകളുള്ള നാടാണ് ഈ കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂരിൽ ഈ കൊടുങ്ങല്ലൂരിൻ്റെ കണ്ണായ ഹൃദയഭാഗത്തുള്ള ആ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ യൂണിയൻ ഓഫീസ് നിങ്ങൾക്ക് ഏതൊരു പരിപാടിക്കും വാടകയ്ക്ക് കിട്ടും. ഇല്ലേ? പൈസ കൊടുത്താൽ മതി, കിട്ടും. ഈ പരിപാടിക്ക് ആ ഹാള് ബുക്ക് ചെയ്ത് ഇവർ പ്രചാരണമൊക്കെ നടത്തിയതിന് ശേഷം ആ ഹാള് അനുവദിച്ചു കൊടുത്തില്ല. അത് എന്തോ പറ്റില്ല എന്ന് പറഞ്ഞതാണ് സംഘാടകർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവസാന നിമിഷം പരിപാടി ഇങ്ങോട്ടൊക്കെ മാറിയത്. അതുകൊണ്ടാണ് ഇതിങ്ങനെയായി പോയതെന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പരിപാടി വിലക്ക് കൊണ്ട് സഹോദരനോ സഹോദരൻ്റെ സ്മരണയോ ഇല്ലാതാവില്ല. കാരണം വിലക്ക് നേരിട്ട് വന്ന ഒരാളാണ് സഹോദരൻ. എത്രയോ വിലക്കുകൾ നേരിട്ടാണ് സഹോദരനും സഹോദരൻ്റെ പ്രസ്ഥാനവും മുന്നോട്ട് പോയത്. ഈ മൂത്തകുന്ന് അമ്പലത്തിലേക്ക് സഹോദരനെ കയറ്റില്ലായിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? ഇവിടേക്ക് വന്ന് ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠിക്കുന്ന അമ്പലങ്ങളൊന്നാണ് മൂത്തകുന്നത്തെ ക്ഷേത്രം. ആ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പേ ഗുരു വരുന്നതിന് മുമ്പ് അവിടെ സഭയുണ്ട് കേട്ടോ. അത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടൊരു പേരാണ് ആ സഭയ്ക്കുള്ളത്. ഈഴവരാണ് നടത്തുന്നത്, സഭയുടെ പേര് ഹിന്ദു എന്നാണ്. അങ്ങനെയുള്ള ധാരാളം സഭകൾ, പഴയ സഭകൾ തന്നെ ഇപ്പോഴും ഉണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സഭയാണ് അവിടുത്തെ സഭ. ആ സഭയിൽ യാഥാസ്ഥിതികരായ ഈഴവർ ധാരാളം ഉണ്ടായിരുന്നു. വലിയൊരു കഥ എന്ന് പറയുന്നത്, അവരൊരു വിദ്യാലയമൊക്കെ തുടങ്ങി, ഗുരു പറഞ്ഞതനുസരിച്ച് വിദ്യാലയമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാലയത്തിൽ അന്ന് നമുക്ക് സിലബസ് അതിൽ പഠിപ്പിക്കാവുന്ന മലയാളം കുട്ടികളെ പഠിപ്പിക്കാവുന്ന പുസ്തകവുമായി നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് ആശാൻ്റെ ചണ്ടാലഭിക്ഷികയായിരുന്നു. അപ്പോൾ മൂത്തകുന്നത്തെ പ്രമാണിമാരായ ഈഴവ സഭക്കാരെല്ലാവരും കൂടെ യോഗം ചേർന്ന് തീരുമാനിച്ചു, ആശാൻ എഴുതിയ ഈ പുസ്തകം ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കില്ല. കാരണം എന്താണെന്നറിയോ? ജാതി ചോദിക്കുന്നില്ല, ഞാൻ സോദരി എന്ന് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണത്. അപ്പോൾ ഇത് ജാതിക്കെതിരായ പുസ്തകം ആയതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മഹാന്മാരാണ് അവിടെയുള്ളത്, അന്നുണ്ടായിരുന്നു, ഓർക്കണം. അപ്പോൾ അവർ ഈ പറയുന്ന പുലയരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച സഹോദരനെ വിലക്കി. ഇനി മേലാൾ സഹോദരൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല, മൂത്തകുന്നം ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ദിവസം ഗുരു വരുന്നുണ്ട്. ഗുരു വരുന്ന സമയത്ത് സഹോദരൻ എന്ത് ചെയ്തു? സഹോദരൻ അങ്ങോട്ട് പോയി ഗുരുവിനെ കാണാൻ അയ്യപ്പൻ ചെല്ലുന്ന സമയത്ത് വിലക്കുമില്ല, വിലക്കിയവരുമില്ല. സഹോദരൻ പോയി ഗുരുവിനെ കണ്ട് തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ വിലക്കിൻ്റെ കാര്യം നടത്തം. ഏത് വിലക്കും ഇങ്ങനെയൊക്കെയാണ് അവസാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്, ഒരു സിനിമയിലെ നായക കഥാപാത്രത്തിൻ്റെ ജീവിതം പോലെ സിനിമാറ്റിക്കായിട്ടുള്ള ഉദ്യോഗജനക മുഹൂർത്തങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതമാണ് സഹോദരൻ്റേത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ സഹോദരനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ ഏതൊരു വലിയ വീരനായകനേക്കാളും വലിയ ഒരാളായി സഹോദരൻ എൻ്റെ മുമ്പിൽ നിന്ന ഒരു നിമിഷമുണ്ട്. അതെന്ന് പറയുന്നത് വിജ്ഞാനവർദ്ധിനി സഭ, സഹോദരൻ്റെ സഭയാണ്. ആ വിജ്ഞാനവർദ്ധിനി സഭ ഈ പറയുന്ന മിശ്രഭോജനം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം സഹോദരനെ യോഗം ചേർന്ന് വിലക്കി. കുമാരനാശാനും സഹോദരനായിട്ടുള്ള ബന്ധം ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ. ആശാൻ വിജ്ഞാനവർദ്ധിനി സഭക്കാരെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിയത്. ആ വിമർശനത്തിനൊടുവിൽ വിജ്ഞാനവർദ്ധിനി സഭ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൽ പങ്കെടുത്ത ആളുകളെ ഒന്നാം പ്രതി, രണ്ടാം പ്രതി, ആ അർത്ഥത്തിൽ ഒന്നാം പേരുകാരൻ, രണ്ടാം പ്രതികാരൻ, മൂന്നാം പേരുകാരൻ എന്നൊക്കെ എഴുതി ലിസ്റ്റ് ചെയ്ത് യോഗം ചേർന്ന് ഇതിൽ ഇന്ന ആളുകളെ ഒന്നാം പേരുകാരനെ അഞ്ചാം പേരുകാരനായാലും ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായൊരു കുറ്റപത്രം ഈ കോടതിയിലൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് എഴുതിയുണ്ടാക്കി ഇവർക്കെതിരെ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ വായിച്ച് മിതവാദിയിൽ എഴുതുന്നുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ഇത് എഴുതിയുണ്ടാക്കിയ ആളുകൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾ സമൂഹത്തിന് പരിഹാസമാണ് തോന്നുന്നത് എന്ന് അന്ന് തന്നെ മിതവാദി എഴുതുന്നുണ്ട്. സഹോദരനെ പുറത്താക്കിയതിന് ശേഷം കുറ്റം എന്താണ്? ഇവർ പുലയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, സഭയിൽ നിന്ന് പുറത്താക്കി. 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സഹോദരനെ തിരിച്ചെടുക്കുന്നത്. ഞാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വിജ്ഞാനവർദ്ധിനി സഭയുടെ ശതാബ്ദി സ്മരണിക അത് ഇങ്ങനെ മറച്ചു നോക്കുകയാണ്. അങ്ങനെ മറച്ചു നോക്കുന്ന സമയത്ത് വിജ്ഞാനവർദ്ധിനി സഭ ഇത്രയും പാരമ്പര്യമുള്ളൊരു സഭ, ആ സഭയുടെ ചരിത്രത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൻ്റെ പ്രാഥമികമായ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അതിൻ്റെ പ്രിൻറ്റിങ് ഡീറ്റെയിൽസൊക്കെ പറയുന്ന ആ 3rd പേജൊക്കെ കഴിഞ്ഞാൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു കറുത്ത കണ്ണട വെച്ച് വശം തിരിഞ്ഞിരിക്കുന്ന സഹോദരൻ്റെ ചിത്രമാണതിൽ ഒന്നാമത്തെ ചിത്രം. ഓർക്കണം, 100 വർഷത്തിന് ശേഷം ചരിത്രം എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നുപോയി. കാരണം സഹോദരനെ പുലയനയ്യപ്പനെന്ന് അധിക്ഷേപിച്ച് പുറത്താക്കിയ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ നാടിൻ്റെ ചരിത്രത്തിൽ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവരുടെ വീരനായകൻ സഹോദരനാണ്.
അപ്പോൾ ഇതിനേക്കാൾ വലിയ ഹീറോയിസ് ഒന്നും കേരളത്തിലൊരു നായകനും കാണിച്ച ചരിത്രമില്ല. സഹോദരൻ പഠിച്ച സ്കൂൾ ഇന്നിപ്പോൾ അവിടെ സഹോദരൻ്റെ മെമ്മോറിയൽ സഹോദരൻ്റെ പേരിലാണ് അവിടെ സ്കൂൾ ഇന്നുള്ളത്. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദര സംഘം നമ്മുടെ സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകളിൽ പലതും ഇന്നിപ്പോൾ ശൃംഗപുരം റോഡിലൂടെ കടന്നു പോകുന്ന ആരും സഹോദരനെ ഓർക്കുന്നുണ്ടോ? സഹോദരൻ നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല. കാരണം സഹോദരനെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല സഹോദരനോട് സമരം ചെയ്തത്, നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരൻ എന്നെങ്ങനെയായിരുന്നു ഇത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുമ്പ്, വൈക്കം സത്യാഗ്രഹത്തിനുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാൻ ഗാന്ധിജി വന്നതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, അതിന് രാഹുൽ ഗാന്ധി വന്ന ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ കാണുകയുണ്ടായി. സുമേധേട്ടനെ കൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനൊക്കെ നേതൃത്വം നൽകിയ ആളുകൾ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കാം. ഞാൻ പറയുന്നത്, ആ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് അവിടത്തെയും പ്രശ്നം ഒരു തീണ്ടുപലകയായിരുന്നു. ഒരു തീണ്ടുപലക വെച്ചിട്ടുണ്ട്, ഈ പലക കടന്ന് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല, ഈ പലക കടന്ന് സഞ്ചരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വൈക്കത്ത് സഹോദരൻ തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ പോയ സമയത്ത് സംഭവിക്കുന്നത്, സഹോദരൻ പഠിക്കാനായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. പഠനത്തിനായി അവിടെ പോയ സഹോദരൻ്റെ യഥാർത്ഥ പണി എന്ന് പറയുന്നത് അന്ന് തിരുവിതാംകൂറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്ന് പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്ന് പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. ആ സമയത്താണ് ടി.കെ. മാധവൻ ഈ പറയുന്ന തിരുവിതാംകൂറിലെ നിയമസഭയ്ക്കകത്ത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ ഒരു വാദം ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രപ്രവേശന വാദവുമായി ബന്ധപ്പെട്ട് അന്ന് തിരുവിതാംകൂറിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കാൻ സഹോദരൻ എന്ന് പറയുന്ന യുവാവ് മുന്നിലുണ്ട്. അന്ന് തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട ഹാൾ, സഹോദരൻ ക്ഷേത്രത്തിൻ്റെ പ്രവേശനം ഞങ്ങൾ നേടിയെടുക്കുമെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ആ പ്രസംഗം കേട്ട് നിൽക്കുന്ന അന്നത്തെ അവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് അവിടെ എണീറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലൈവായ അറസ്റ്റാണ്. അതാണ് സംഭവം. അങ്ങനെയുള്ള സഹോദരൻ വടയാറിൽ പോയി കുമാരനാശാൻ്റെ വളരെ പ്രധാനപ്പെട്ട കുമാരനാശാൻ ദളവാക്കുളത്തെ സംഭവത്തെ ഓർക്കുന്ന ഒരു പ്രസംഗം കൂടിയാണ് വടയാറിലുള്ളത്. ആ വടയാർ പ്രസംഗം കുമാരനാശാൻ്റെ വിഖ്യാതമായൊരു പ്രസംഗമാണ്. അന്ന് അവിടെ സത്യവ്രത സ്വാമികളുണ്ട്, ടി.കെ. മാധവനുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, യുവാവായ സഹോദരൻ അവിടെയുണ്ട്. അന്ന് അവിടെ കൊണ്ടുവന്നൊരു പ്രമേയം എന്ന് പറയുന്നത്, ഈ ഇവിടെ നടക്കുന്ന ഈ വഴിയിലൂടെ ഈഴവർക്ക് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തീണ്ട പലക വെച്ചിട്ടുണ്ട്. ഈ പലക എടുത്തു മാറ്റാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് അവിടെ അന്ന് ആ യോഗത്തിൽ വരുന്നത്. യോഗത്തിൽ പങ്കെടുക്കുന്ന സഹോദരൻ ഈ പ്രമേയം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് സഹോദരൻ പറഞ്ഞു, ഈ പ്രമേയം അവതരിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തീണ്ട പലക എടുത്തു മാറ്റാനുള്ള ഈ പ്രമേയം അവതരിപ്പിക്കാൻ എനിക്ക് സമ്മതമല്ല. കാരണം ആ പലക അവിടെ വെച്ചിട്ടുള്ളത് തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ പിൻബലം ആ പലകയ്ക്കില്ല. ഇതൊരു ആചാരത്തിൻ്റെ പേരിലല്ലോ വെച്ചിട്ടുള്ളത്. നിയമമുണ്ടോ? പബ്ലിക് റോഡിൽ ഇന്ന ജാതിയിൽപ്പെട്ടവർ കടന്നു പോകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു നിയമം തിരുവിതാംകൂറിൽ അതിനെ ബലപ്പെടുത്തുന്ന ഒരു നിയമമില്ല. ഇത് പബ്ലിക് റോഡാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രമേയം പാസ്സാക്കി സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ഈ യോഗം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ മറ്റേ പിണറായി വിജയൻ പണ്ട് പറഞ്ഞ പോലെ അങ്ങോട്ട് ഇറങ്ങല്ലേ എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങുന്നു, ആ പലകെടുത്ത് മാറ്റുന്നു, അവർ നടന്നു പോകുന്നു, യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ സഹോദരൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് സഹോദരൻ.